അല്ല, അത് പിന്നെ അൻവറിൻ്റെ കാര്യത്തിൽ ഒരു കൂട്ടായ തീരുമാനം എന്തായാലും ഞങ്ങൾ എടുക്കും. അല്ല, 22-ന് ആ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടി ഏതായാലും ഇപ്പോൾ 22-ന് എല്ലാ തീരുമാനങ്ങളും വരില്ലല്ലോ. 22-ന് വരുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ ഏത് തരത്തിലാണ് തുടർന്ന് മുമ്പോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് UDF ആലോചിക്കും. ഈ കേരള കോൺഗ്രസ് അഥവാ വന്നില്ലെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് മുന്നേറ്റം നടത്താനാകുമെന്ന ആത്മവിശ്വാസമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ആ ആത്മവിശ്വാസമാണല്ലോ ഞങ്ങളെ ഇന്നിപ്പോൾ പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്രമാത്രം ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതുതന്നെയാണ്. ഇതിന് വേറെ ചോദ്യം, പത്തനംതിട്ടയിലെ CPM മുതിർന്ന ഒരു നേതാവിന്റെ പ്രതികരണം വ്യക്തിപരമായി പരിചയമുള്ള വ്യക്തിയാണ് പുനാറമ്മ MLA. CPM തമ്മിൽ ഇന്ന് തുടങ്ങുന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു പ്രതികരണമാണ്. അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തിയത് ഞാനും എൻ്റെ ശ്രദ്ധയിലും വന്നതാണ്. അദ്ദേഹത്തെ പോലെയുള്ള മുതിർന്ന നേതാവ് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഇന്ന് ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരവസരമാണ്. അതായത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന 2 ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർ ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത്, ഞങ്ങൾ തുറന്നു പറഞ്ഞു ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ അത് വ്യക്തമായി ഞങ്ങൾ സൂചിപ്പിച്ചതാണ്. ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാലും ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹവും പറഞ്ഞു ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകണം. ആ തീരുമാനം ഉണ്ടാകുമ്പോൾ നിശ്ചയമായും CBIയുടെ ഒരു അന്വേഷണം ഉണ്ടാകണം എന്ന് മാത്രമല്ല, കോടതിയുടെ നിരീക്ഷണത്തിലാകണം ആ അന്വേഷണം നടക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവന അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം, തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്നുള്ള ഒരു പരിഭവമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിനോടുള്ള പ്രതികരണം? ഇല്ല, അദ്ദേഹത്തെ പോലെയുള്ള ഒരാളിനൊന്നും ഞാൻ മറുപടി പറയാനിരിക്കുകയല്ല. ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട്, എനിക്ക് അദ്ദേഹമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയുള്ള ഒരാളല്ല. ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ അദ്ദേഹവുമായി ഒരു തരത്തിലും ഒരു ഇടച്ചിലും അല്ലെങ്കിൽ ഒരു തരത്തിലും അഭിപ്രായ ഭിന്നത ഞങ്ങൾ തമ്മിലില്ല.